എല്ലാവർക്കും റിയാക്ട് ട്യൂട്ടോറിയൽ പാർട്ട് 6ലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇവൻസിനെ കുറിച്ചാണ്. ഒരു ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ ആക്ഷൻസ് ആണ് നമ്മൾ ഇവന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി വെബ്സൈറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ ഒരു യൂസർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇവൻ്റാണ്. അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇവൻ്റാണ്. ഒരു ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഇവൻ്റാണ്. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഇവൻ്റാണ്. വെബ്സൈറ്റിൽ പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ഷനെ നമുക്ക് ഇവൻ്റ് എന്ന് വിളിക്കാം. ഒരു ഇവൻറ്റിനെ നമുക്കൊരു ഫംഗ്ഷനുമായി ബന്ധിപ്പിച്ച് ആ ഒരു ഫംഗ്ഷനുള്ളിൽ എഴുതിയിട്ടുള്ള ആ ഫംഗ്ഷനിലെ ടാസ്ക് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയാക്റ്റിലെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ HTML ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച ആ ഇവൻറ്റ്സ് പോലെ തന്നെയാണ്, ഡോം ഇവൻറ്റ്സ് പോലെ തന്നെയാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റിൽ ക്യാമൽ കേസിലായിരിക്കും ഇവൻറ്റ് നെയിം ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മുടെ ആദ്യത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആയിരിക്കും, രണ്ടാമത്തെ വാക്കിൻ്റെ പിന്നെയുള്ള വാക്കിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഉദാഹരണമായി നമ്മൾ HTML ക്ലിക്ക് ഇവൻ്റ് എന്ന് പറയുന്നത് ഓൺ ക്ലിക്ക് എന്ന രൂപത്തിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ റിയാക്റ്റിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺ എന്ന് എഴുതിയതിനു ശേഷം ക്ലിക്കിൻ്റെ C എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സാധാരണ നമ്മൾ ഒരു വെബ്സൈറ്റിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. ഉദാഹരണമായി ഓൺ ക്ലിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റിലോ ഒരു ബട്ടണിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം. അതുപോലെ ഓൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം. മറ്റൊന്ന് ഓൺ ചേഞ്ച്, നമ്മളൊരു എലമെൻറ്റിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായി നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓൺ ചേഞ്ചിന് ഉദാഹരണമാണ്. പിന്നെയുള്ളതാണ് മൗസ് ഓൺ മൗസ് ഓവർ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് മുകളിൽ HTML എലമെൻറ്റിന് മുകളിൽ നമ്മൾ നമ്മുടെ മൗസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പ്രത്യേക ഫംഗ്ഷൻ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓൺ കീ ഡൗൺ, നമ്മൾ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ റൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ 5 ഇവൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനുമായി ഇവൻറ്റിനെ ബന്ധിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ header.js വരുന്നു. ഇതിലിപ്പോൾ ലേൺ റിയാക്ട് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു H1 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് പഠിച്ചിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ BG സക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BG സക്സസ് സേവ് ചെയ്യാം. BG സക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ചെയ്തത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളിതിലൊരു ബട്ടൺ ആഡ് ചെയ്യുന്നു. നമ്മൾ ബട്ടൺ ഓൾറെഡി ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ബട്ടൺ ടേബിൾ അക്കോർഡിയൻ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ആ കാര്യങ്ങൾ തന്നെയാണ് മുഴുവനും. നമ്മൾ ഈ ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇത്രയും കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബട്ടൺ എന്നിവിടെ കൊടുക്കുന്നു. ബട്ടൺ കമ്പോണൻറ്റ് കോൾ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ ക്ലിക്ക് മീ എന്ന് കൊടുക്കുന്നു. ക്ലിക്ക് മീ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ക്ലിക്ക് മീ എന്ന് പറയുന്ന ഒരു ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ റൺ ആവണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ വന്നതിന് ശേഷം ഓൺ ക്ലിക്ക്, നമ്മുടെ ഇവൻറ്റ് ഓൺ ക്ലിക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഓൺ ക്ലിക്ക് ഇവൻറ്റ്, അതിനുശേഷം ഒരു ഈക്വൽ ടു, അതിനുശേഷം കർലി ബ്രാക്കറ്റ്. ഇതിനുള്ളിലാണ് നമ്മളുടെ ഫംഗ്ഷൻ നെയിം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ തൽക്കാലം ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഹെഡർ ഫംഗ്ഷനുള്ളിൽ വന്നതിന് ശേഷം നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കോൺസ്റ്റൻറ്റ് ക്ലിക്ക് ഹാൻഡിൽ എന്ന് കൊടുക്കാം. ക്ലിക്ക് ഹാൻഡിൽ ഒരു ആരോ ഫംഗ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നത്, നമ്മൾ കൺസോളിൽ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. console.log you clicked me. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ റൺ ആവണം. നമ്മളതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ കർലി ബ്രാക്കറ്റിന് ഉള്ളിൽ വന്നതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ഹാൻഡിൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുക. ക്ലിക്ക് ഹാൻഡിൽ, ആ ഫംഗ്ഷൻ നെയിം ഇവിടെ കൊടുക്കുക. സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് കൺസോൾ ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ പോയതിന് ശേഷം കൺസോളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിൽ കൺസോളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ക്ലിയർ കൺസോൾ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ വന്നതിന് ശേഷം ക്ലിക്ക് മീ എന്നതിൽ ക്ലിക്ക് മീ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്കിവിടെ യു ക്ലിക്ക്ഡ് മീ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കും. കാരണം നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഒരു ഇവൻറ്റുമായി ഒരു ഫംഗ്ഷനെ ബന്ധിപ്പിച്ച് നമുക്കത് റൺ ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എത്ര വട്ടം ക്ലിക്ക് ചെയ്യുന്നോ അത്രയും നമ്പർ നമുക്കിവിടെ കാണാൻ സാധിക്കും.
സോ ഇത് സിമ്പിൾ ഫംഗ്ഷനാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ HTML എലമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ കമ്പോണൻ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, കമ്പോണൻ്റ് എങ്ങനെ റിൻഡർ ചെയ്യാമെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു H1 എലമെൻറ്റ് ആഡ് ചെയ്യാം. H1 എലമെൻറ്റ് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ഒന്ന് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഓൺ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ റൺ ആവണം. സോ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഈ ക്ലിക്ക് ഹാൻഡിൽ എന്ന് പറയുന്ന സംഭവം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. സോ ക്ലിക്ക് ഹാൻഡിൽ എന്നുള്ള ഭാഗത്ത് നമ്മളിവിടെ db ക്ലിക്ക് ഹാൻഡിൽ എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ കൺസോളിന് പകരം നമുക്ക് അലേർട്ട് കൊടുക്കാം. അലേർട്ട് യു ഡബിൾ ക്ലിക്ക്ഡ് മീ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിന് നമ്മൾ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ db ക്ലിക്ക് ഹാൻഡിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ HTML ഈ H1 എലമെൻറ്റിന് മുകളിൽ വരുന്നു. നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്കപ്പോൾ ഒരു അലേർട്ട് ലഭിക്കുന്നു, യു ഡബിൾ ക്ലിക്ക്ഡ് മീ. സോ നമ്മുടെ ഫംഗ്ഷൻ റണ്ണായി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ യു ഡബിൾ ക്ലിക്ക്ഡ് മീ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് റണ്ണാവുന്നു. സോ അതുപോലെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ കൂടെ നമുക്കൊരു വാല്യൂ എങ്ങനെ പാസ് ചെയ്യാമെന്നാണ്. സോ നമുക്ക് ഇതിന് പകരമായി ഇവിടെ നമ്മൾ ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ, ഹലോ പ്ലസ് നെയിം എന്ന് കൊടുക്കാം. നെയിം നമ്മളിവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, നെയിം ആർഗ്യുമെൻ്റായി നമ്മൾ കൊടുക്കുന്നു. സോ ഈ ഒരു നെയിമാണ്, ഈ നെയിമിലോട്ടുള്ള വാല്യൂ നമ്മളിവിടെ നിന്നാണ് പാസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു കോൾ ബാക്ക് ഫംഗ്ഷനാക്കി മാറ്റേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഹലോ ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതിനുള്ളിൽ നമ്മൾ രാഹുൽ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ രാഹുൽ എന്ന് പറയുന്ന മെസ്സേജ് വരുന്നതായിരിക്കും. സോ നമ്മളിവിടെ ചെയ്തത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ കോൾ ബാക്ക് ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. നമ്മുടെ ഡബിൾ ക്ലിക്ക് ഹാൻഡിൽ അതിനുള്ളിൽ നമ്മൾ രാഹുൽ എന്ന് പറയുന്ന ഒരു വാല്യൂ പാസ് ചെയ്തു, ആർഗ്യുമെൻ്റ് ആയി കൊടുത്തു. അത് നമ്മൾ ഈ ഒരു പാരാമീറ്ററിൽ റിസീവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ കൊടുത്തു. സോ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഹലോ രാഹുൽ എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഓൺ ചേഞ്ച് ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് കൊടുക്കാം. ഇൻപുട്ട് ഫീൽഡ് നമ്മൾ ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ വരും. അതിന് കാരണം നമുക്കിവിടെ ഇതിന് ക്ലോസിംഗ് ടാഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് സെൽഫ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ ലാസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഇതുപോലൊരു // കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ആ എറർ പോയി കിട്ടുന്നതായിരിക്കും. നമ്മൾ ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത എലമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെൽഫ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ സെൽഫ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ റിയാക്റ്റിൽ എറർ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വാല്യൂ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. സോ സേവ് ചെയ്യാം. നെയിമും ഡിലീറ്റ് ചെയ്യാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിതിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു ഇവൻ്റാണ് ചേഞ്ച് എന്ന് പറയുന്ന ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റിന് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇൻപുട്ട് എന്ന് എഴുതിയതിന് ശേഷം ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഇവൻറ്റ്. സോ ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഈ ഒരു അലേർട്ട് ഫംഗ്ഷൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിന് ഞാനിവിടെ ഓൺ ചേഞ്ച് ഹാൻഡിൽ എന്ന് കൊടുക്കുന്നു. ഓൺ ചേഞ്ച് ഹാൻഡിൽ. സോ ഞാനിവിടെ ഇതിൽ ടെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഓൺ ചേഞ്ച് ഇവൻറ്റ്. സോ ഇവിടെ ഞാൻ കോൾ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഓൺ ചേഞ്ച് ഹാൻഡിൽ. ഓൺ ചേഞ്ച് കെ എന്ന് വന്നു ഇവിടെ. സോറി, കെ ഡിലീറ്റ് ചെയ്യാം. കെ 2 സ്ഥലത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓൺ ചേഞ്ച് ഹാൻഡിൽ സേവ് ചെയ്യാം. സോ നമുക്കിവിടെ അലേർട്ടിൽ നമുക്ക് യു ടൈപ്പഡ് ഇൻ ദ ടെക്സ്റ്റ് ബോക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. ഉദാഹരണമായി ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എനിക്കിവിടെ യു ടൈപ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് ലഭിച്ചു. ഓക്കെ, അതുപോലെ ഞാൻ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 അവിടെ കാണുന്നതായിരിക്കും. സോ ഞാനിവിടെ വേറൊരു
എന്ന് ടൈപ്പ് ചെയ്തു. എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ആവുന്നതായിരിക്കും. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനിക്കതിൽ കാണാൻ സാധിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും നമുക്ക് ഇതുപോലെ ആ ഒരു അലേർട്ട് ഫംഗ്ഷൻ ഇവിടെ റൺ ആവുന്നതായിരിക്കും. സോ നമുക്ക് ആ മെസ്സേജ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഓൺ ചേഞ്ച് ഇവൻറ്റിന് നമുക്കൊരു ഫംഗ്ഷൻ അസൈൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് ഓൺ മൗസ് ഓവർ ആണ്. സോ മൗസ് ഓവറിൽ നമുക്ക് മറ്റൊരു h1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. h1 സോ മൗസ് ഓവർ ഇവൻ്റ് എന്ന് കൊടുക്കാം. മൗസ് ഓവർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൗസ് ഓവർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് h1ൽ വന്നതിന് ശേഷം ഓൺ മൗസ് ഓവർ എന്ന് പറയുന്ന ഇവൻ്റ് സെലക്ട് ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത ശേഷം മൗസ് ഹാൻഡിൽ എന്ന് കൊടുക്കാം. മൗസ് ഹാൻഡിൽ. ഓക്കെ. സോ മൗസ് ഓവർ ഓൺ ദി എലമെൻറ്റ്. സോ മൗസ് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന് മുകളിൽ നമ്മുടെ എലമെൻറ്റിന് മുകളിൽ മൗസ് കൊണ്ടുവരുമ്പോഴുള്ള ഒരു ഇവൻ്റാണ്. സോ ഇവിടെ നമുക്ക് മൗസ് ഓവറിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ മൗസ് ഹാൻഡിൽ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. മൗസ് ഹാൻഡിൽ മൗസ് ഹാൻഡിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ മൗസ് ഈ ഒരു ഹെഡിങ്ങിന് മുകളിലോട്ട് ഇതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിവിടെ ഫംഗ്ഷൻ ഇവിടെ റൺ ആവുന്നതായിരിക്കും. മൗസ് ഓവർ ദ എലമെൻറ്റ്. ഓക്കെ. സോ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ ഒരു എലമെൻറ്റിന് മുകളിലൂടെയാണ് നമ്മുടെ ഈ മൗസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ ഒരു ഫംഗ്ഷൻ കോൾ ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് മൗസ് ഓവർ എലമെൻറ്റിന് ഇതുപോലെ ഫംഗ്ഷൻ അസൈൻ ചെയ്യാം. അവസാനമായി നമുക്ക് കീ ഡൗൺ കൂടി നോക്കാം. നമുക്ക് തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇതുപോലെ റൺ ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ മൗസ് ഓവർ ഡിലീറ്റ് ചെയ്യുന്നു. ഇൻപുട്ടിനാണ് നമ്മൾ ഈ അവസാനത്തെ ഫംഗ്ഷൻ ഇവൻ്റായ ഓൺ കീ ഡൗൺ കൊടുക്കുന്നത്. സോ നമ്മൾ തൽക്കാലം ഇവിടെ വന്നതിന് ശേഷം ഓൺ കീ ഡൗണിൽ പോയതിന് ശേഷം നമുക്ക് പ്രസ്ഡ് കീ ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പ്രസ്ഡ് എ കീ. സോ ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് തൽക്കാലം ഓൺ ചേഞ്ച് ഹാൻഡിൽ തന്നെ കൊടുക്കാം. സോ നമുക്കിത് ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. ഓക്കെ. ഓൺ ചേഞ്ച് ഹാൻഡിൽ. ഓക്കെ. സേവ് ചെയ്യാം. സോ ഇതിൽ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത ശേഷം ഞാനിവിടെ കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രസ്ഡ് കീ എന്ന് ലഭിക്കുന്നു. അതുപോലെ ഞാൻ മറ്റൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നു, എനിക്കിവിടെ പ്രസ്ഡ് കീ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്മൾ ഒരു കീബോർഡിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇവൻ്റാണ് ഓൺ കീ ഡൗൺ ഇവൻറ്റ്. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു 5 ഇവൻറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇതിലും ഒരുപാട് ഇവൻ്റ് ഉണ്ട്. എല്ലാം പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇവൻറ്റ്സ് റിയാക്ട് JSൽ ഉപയോഗിക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ HTMLലും JavaScriptലും ഉപയോഗിക്കുന്ന അതേപോലെയാണ് ഇതിലും ഇവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതേ ഇവൻറ്റ്സ് തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമൽ കേസ് ആണ്. ഇവൻറ്റിന് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ക്യാമൽ കേസ് ആയിരിക്കും കൊടുക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്യാമൽ കേസ് കൊടുത്ത ശേഷം നമ്മളൊരു ഫംഗ്ഷൻ ഇതുപോലെ അസൈൻ ചെയ്യുന്നു. ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും.